ഈ പെടക്കോഴിയുടെ മോൾഭാഗത്ത് തൂവലൊക്കെ പോയിട്ട് അവിടെ മുറിവ് പറ്റിയതുപോലെ ചുവന്ന് കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പൂവന്മാർ കൂടുതലായിട്ട് ഇണചേരാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. നമ്മളിങ്ങനെ കോഴിയുടെ പുറം ഭാഗത്തും അതുപോലെ തന്നെ തലയുടെ ഭാഗത്തുമൊക്കെ ഇണചേരുമ്പോൾ ഉണ്ടാകുന്ന തൂവൽ പോകുന്നതിനെ വളരെ നിസ്സാരമായിട്ടാണ് കണക്കാക്കുക. പക്ഷേ അങ്ങനെയല്ല. നമ്മളത് അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു പെടക്കോഴിയെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മളുടെ കൂടിൽ മൊത്തം അസുഖം കടന്നു പിടിക്കാനുള്ള സാധ്യത കൂടും. നമ്മുടെ കോഴികളുടെ ശരീരത്തിൽ രോഗകാരികളായ മൈക്കോപ്ലാസ്മ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇവർ സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരു കോഴീനെ ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇവരൊന്ന് പ്രതിരോധശേഷി കുറയുകയോ അല്ലെങ്കിൽ ആരോഗ്യം കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ബാക്ടീരിയകൾ ഈ കോഴികളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ കയ്യിൽ ആവശ്യത്തിലധികം പൂവൻ കോഴി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പെടക്കോഴികളുടെ എണ്ണം വളരെ കുറവാകുമ്പോഴോ ആണ് ഇങ്ങനെ സംഭവിക്കുക. മുട്ട വിരിയിക്കാൻ വേണ്ടി വളർത്തുമ്പോൾ ഒരു പൂവന് 6 മുതൽ 8 വരെ പെട എന്നുള്ള രീതിയിലാണ് നമ്മൾ വളർത്തേണ്ടത്. മാത്രമല്ല ഒരു കൂട്ടിൽ ഒരു പൂവനും അതിൻ്റെ സെറ്റ് പെടകളും മാത്രം വെക്കുന്നതാണ് നല്ലത്. ഇനി തുറന്നിടുന്ന സമയത്താണെങ്കിലും ഒരു പൂവനെയും അതിൻ്റെ പെടകളെയും മാത്രം തുറന്നിടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ എത്ര പെടക്കോഴികൾ ഉണ്ടെങ്കിലും എല്ലാ പൂവന്മാരെയും ഒരുമിച്ച് തുറന്നു വിടരുതെന്ന് പറയാൻ കാരണം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ പൂവന്മാരും ഇണചേരാൻ ശ്രമിക്കുക ഏതെങ്കിലും 1-2 പെടകളെ ആയിരിക്കും. കാരണം ആ പൂവന്മാർക്കറിയാം അതാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള പെട എന്നത്. എൻ്റെ കയ്യിൽ അങ്ങനെ 3-4 പൂവൻ കോഴികളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറഞ്ഞ പെടകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാ പൂവന്മാരും ഇണ ചേർന്നുകൊണ്ടിരിക്കുന്നത് 2 പെടകൾ മാത്രമായിരുന്നു. ഒന്ന് ഞാൻ നേരത്തെ അതായത് തുടക്കത്തിൽ കയ്യിലെടുത്ത് കാണിച്ച പെടയും പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിപ്പെടയും. ഇത് രണ്ടിനുമാണ് ആദ്യമായിട്ട് എൻ്റെ കൂട്ടിൽ ജലദോഷം പിടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യം കുറഞ്ഞപ്പോൾ ബാക്ടീരിയ ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് ജലദോഷം പിടിച്ചു. കുറേ കാലത്തോളം ഇവർ ജലദോഷം പിടിച്ച് നടക്കുകയായിരുന്നു. ഇവർക്ക് ജലദോഷം പിടിച്ചതോടുകൂടെ ഇവരിങ്ങനെ തുമ്മി നടക്കാൻ തുടങ്ങി. അതുപോലെ ഇവരെ കാഷ്ടത്തിൽ നിന്നും ബാക്ടീരിയ പുറത്തു വരും. അപ്പോൾ ഇത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കോഴികളെയും ബാധിച്ചു. എൻ്റെ കൂട്ടിലെ മുഴുവൻ കോഴികൾക്കും ജലദോഷം പിടിച്ചു. മാത്രമല്ല വലിയ കോഴികളെ അതത്ര ബാധിച്ചില്ലെങ്കിലും ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ നന്നായി ബാധിച്ചു. കുറേ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയി. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെട നന്നായി ആരോഗ്യമുള്ള നന്നായി മുട്ടയിടുന്ന പെടയായിരുന്നു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ജലദോഷം മാറിയിട്ടില്ല. അതിന് തുടക്കം കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ കൂടുതലായിട്ട് ഇണചേരപ്പെടുകയും അതുപോലെ അതിന് ആരോഗ്യം കുറയുകയും ചെയ്തതാണ്. ജലദോഷം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കും ആ അസുഖത്തിൻ്റെ പേര് CRD ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ് എന്നാണ്. മാത്രമല്ല ഇത് പടർത്തുന്നത് മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്ക എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ഇതോടുകൂടെ ഞാൻ എൻ്റെ കയ്യിലുള്ള പൂവന്മാരൊക്കെ എണ്ണം കുറച്ചു. ഇപ്പോൾ ഒരു കൂട്ടിൽ 1 എന്നുള്ള നിലയിൽ ആകെ 2 പൂവൻ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പലപ്പോഴും ഏത് പൂവൻ കോഴീനെ ഒഴിവാക്കണം എന്നുള്ളത് നമുക്ക് ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും. നമുക്ക് ഒഴിവാക്കാൻ തോന്നൂല. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂവൻ കോഴികളെ മാത്രം വെച്ച് ബാക്കി എല്ലാ പൂവൻ കോഴികളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കത് വെക്കണമെങ്കിൽ തന്നെ ഓരോ പൂവൻ കോഴീനെ മാത്രമായിട്ട് ഇടാൻ പറ്റുന്ന കൂടുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പൂവൻ കോഴികളെ വേണമെങ്കിലും സ്റ്റോക്ക് വെക്കാം. എന്നിട്ട് ഒരുമിച്ച് പുറത്തിടണ്ട. പകരം പെടകളുടെ കൂടെ ഒരു പൂവനെ മാത്രം പുറത്തിടാം. അങ്ങനെ നിങ്ങൾ ഓരോ പൂവന്മാരെയും മാറി പെടകളുടെ കൂടെ ഓരോ ദിവസവും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പൂവന്മാരിൽ നിന്നുള്ള കോഴിക്കുഞ്ഞുങ്ങളെയും കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും.